ഈ മന്ത്രിസഭയിൽ ആരും രാജിവെക്കില്ല. ജുക്തി ഹൈ ദുനിയ ബസ് ജുക്കാന വാല ചാഹിയെ. ലോകം നമ്മുടെ മുമ്പിൽ കീഴടങ്ങും, പക്ഷേ അതിനെ കീഴടക്കാൻ പറ്റിയ ആൾ വേണം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിവാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് അഭിജിത്ത് ഇപ്കെ CJPയുടെ സമരവേദിയിൽ നടത്തിയ പ്രസംഗശകലമാണിത്. പറഞ്ഞാലോ സമരം ചെയ്താലോ ഒരു മന്ത്രിയെയും മാറ്റില്ല. നരേന്ദ്രമോദി മന്ത്രിസഭയിലെ 3 ടേമിലെയും DNA ഇത് തന്നെയായിരുന്നു. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുക, പ്രതിപക്ഷ പ്രക്ഷോഭത്തിന്റെ പേരിൽ രാജിവെക്കുക, ആരോപണങ്ങളുടെ പേരിൽ രാജിവെക്കുക. ഇതൊന്നും മോദി മന്ത്രിസഭയ്ക്ക് പറഞ്ഞതായിരുന്നില്ല. ഒരു അപവാദമുണ്ടായത് MJ അക്ബറിന്റെ രാജിയാണ്. അത് മീ ടു മൂവ്മെന്റിന്റെ ഭാഗമാണ്. അത് മറ്റൊരു കേസാണ്. ഈ സമരം തുടങ്ങുമ്പോഴോ സമരത്തിന്റെ അവസാന ഘട്ടത്തിലോ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. കാരണം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് പറയുന്നത് ആ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി മാത്രമല്ല. ഇക്കഴിഞ്ഞ ജൂൺ 25-നായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ ജന്മദിനം. ആ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധർമ്മേന്ദ്ര പ്രധാന് ആശംസ അറിയിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ എടുത്തു പറഞ്ഞുകൊണ്ട് ആശംസിക്കാൻ മോദി മറന്നിട്ടില്ല. അതിനർത്ഥം നിങ്ങളുടെ പ്രക്ഷോഭങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിക്കാൻ കഴിയില്ല എന്ന പരസ്യമായ പ്രഖ്യാപനമായിരുന്നു ആ ജന്മദിനാശംസ. എല്ലാ ഏകാധിപതികളുടെയും പരാജയം ആരംഭിക്കുക അവർ ഏറ്റവും ദുർബലരായി നിൽക്കുമ്പോഴല്ല, അവരുടെ കരിയറിലെ ഭരണത്തിലെ ഏറ്റവും പീക്ക് ടൈമിലെത്തി നിൽക്കുമ്പോഴാണ് അവരുടെ പതനം ആരംഭിക്കുക. ചരിത്രം സാക്ഷിയാണ്. എല്ലാ കാലത്തും ഏകാധിപതികളുടെ ഭരണങ്ങൾ അവസാനിക്കുക അവർ അജയ്യരായി നിൽക്കുമ്പോഴാണ്. നരേന്ദ്രമോദി ഇൻവിൻസിബിൾ ആണ്, അദ്ദേഹം അജയ്യനാണ്. ആ അജയ്യതയുടെ പേരിലാണ് പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയെ തോൽപ്പിച്ചു, അവിടെയുള്ള MLA-മാരെ റാഞ്ചിയെടുത്തു, ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ തറപറ്റിച്ചു, അവിടെ നിന്നും MP-മാരെ പർച്ചേസ് ചെയ്തു. അങ്ങനെ പ്രതിപക്ഷ നിരയെ താറുമാറാക്കി, ഇന്ത്യ മുന്നണിയെ തന്നെ തരിപ്പണമാക്കി അജയ്യനായി നിൽക്കുന്ന നരേന്ദ്രമോദി ഈ ഘട്ടത്തിലാണ് ഓൺലൈനിൽ ആരംഭിച്ച CJP എന്ന് പറയുന്ന 3 മാസം പ്രായമുള്ള ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുമ്പിൽ, വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്ക് മുമ്പിൽ തൻ്റെ പ്രധാനിയായ ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്, തനിക്ക് പറ്റിയ പിഴവുകൾ അംഗീകരിച്ചുകൊണ്ട്, തൻ്റെ മന്ത്രിസഭയുടെ പോരായ്മ അംഗീകരിച്ചുകൊണ്ട്, ചോദ്യപേപ്പർ ചോർച്ചയിൽ തൻ്റെ മന്ത്രിസഭയ്ക്ക് തെറ്റുപറ്റിയെന്ന് അംഗീകരിച്ചുകൊണ്ട് ആദ്യമായി ഒരു മന്ത്രിയെ പുറത്താക്കുന്നുവെങ്കിൽ, രാജിവെക്കുന്നുവെങ്കിൽ നരേന്ദ്രമോദിയുടെ പതനത്തിൻ്റെ സൂചനയാണത്.